അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ കമല ഹാരിസ് ആഞ്ഞടിച്ചു. വഞ്ചകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന പരിചയവുമായിട്ടാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്നും കമല ഹാരിസ് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ജോ ബൈഡൻ പിന്മാറിയ ശേഷം വിസ്കോൺസിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ച് തന്റെ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കമല ഹാരിസ്. ഒരു വർഷത്തിനിടയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു റാലിയിൽ ഇത്രയധികം പേർ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജനക്കൂട്ടം കമല കമല എന്ന് മുദ്രാവാക്യം ഉച്ചത്തിൽ മുഴക്കുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതം തന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രചരണം ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. മൻഹാട്ടൻ കോടതിയിലെ ട്രംപിന്റെ ഹഷ്മണി കേസ് ഓർമ്മിപ്പിച്ച കമല ട്രംപിനെ പോലെയുള്ള ആൾക്കാരെ തനിക്ക് വളരെ കാലമായിട്ട് അറിയാമെന്നും കാലിഫോർണിയയിൽ ലോക്കൽ പ്രോസിക്യൂട്ടർ മുതൽ അറ്റോർണി ജനറൽ വരെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. വഞ്ചകരെയും വഞ്ചകന്മാരെയും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന പരിചയവുമായിട്ടാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്നാണ് കമല അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. തൊട്ടതെല്ലാം നശിപ്പിച്ച ചരിത്രമാണ് കമലയ്ക്കുള്ളതെന്നാണ് ട്രംപ് പറഞ്ഞത്. എസ് കെ എന്നെ അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന് 2 ദിവസം മുമ്പ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ട് നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ബൈഡന്റെ പിന്മാറ്റം എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ കമല ഹാരിസിന്റെ പേര് എന്തുകൊണ്ട് ജോ ബൈഡൻ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു, ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ജോ ബൈഡൻ നാളെ വിശദീകരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബൈഡന്റെ പിന്മാറ്റം അതോടൊപ്പം കമലയുടെ വരവും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ഇതിനോടകം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. എസ് കെ. താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.